ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ഭവനിൽ സ്ഥാപിച്ച സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ സി രാജഗോപാലാചാര്യയുടെ പ്രതിമ രാഷ്ട്രപതി ദ്രൌപദി മുർമു അനാച്ഛാദനം ചെയ്തു. ശബരിമല വിഷയം ഉന്നയിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സുസ്ഥിര വികസനത്തിന് അനുയോജ്യമായ ഇടമാണ് കേരളമെന്നും സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് മാനവ വിഭവ ശേഷിയാണെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഹരിത കേരള മിഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ പരിസ്ഥിതി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവത്തിന് ഇന്ന് തുടക്കം. ആലപ്പുഴ ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ഇന്ന്. പുരുഷ ട്വന്റി ലോകകപ്പിന്റെ സൂപ്പർ 8 മത്സരത്തിൽ സിംബാബ്വെ ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ ചെന്നൈയിൻ FC പോരാട്ടം. വാർത്തകൾ വിശദമായി. സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ സി രാജഗോപാലാചാര്യയുടെ സ്മരണാർത്ഥം രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിക്കുന്ന രാജാജി ഉത്സവത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു തുടക്കം കുറിച്ചു. രാഷ്ട്രപതി ഭവനിൽ സ്ഥാപിച്ച രാജാജിയുടെ പ്രതിമയും രാഷ്ട്രപതി അനാച്ഛാദനം ചെയ്തു. മാർച്ച് 1 വരെ നടക്കുന്ന രാജാജി ഉത്സവിൽ സി രാജഗോപാലാചാര്യയെക്കുറിച്ചുള്ള പ്രദർശനവും നടക്കുന്നുണ്ട്. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനം ഇന്ന് പുനരാരംഭിച്ചപ്പോൾ തന്നെ ശബരിമല വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷം ബഹളം ആരംഭിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ നാളെ രാവിലെ വീണ്ടും ചേരും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്ലക്കാർഡുകൾ ഉയർത്തി മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധിച്ചു. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നതുൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കും വരെ സമരവും നിസ്സഹകരണവും തുടരുമെന്നും കെ ബാബു വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന്റെ നടപടി രാഷ്ട്രീയ ലക്ഷ്യം വച്ചുള്ളതാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. പ്രതിപക്ഷവും BJPയും തന്ത്രിയെ മുൻനിർത്തി ഒരുമിച്ച് നിൽക്കുന്നുവെന്ന് മന്ത്രി MB രാജേഷ് ആരോപിച്ചു. അതേസമയം പ്രതിപക്ഷ ബഹളം തുടരുന്നതിനിടെ സ്പീക്കർ ചോദ്യോത്തരവേള ഉൾപ്പെടെയുള്ള മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു. എന്നാൽ പ്രതിപക്ഷം ബഹളം തുടരുകയും സഭാ നടപടികൾ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ചതുകൊണ്ട് സംസ്ഥാനത്ത് പവർ കട്ടും ലോഡ് ഷെഡിംഗും ഒഴിവാക്കാൻ കഴിഞ്ഞതായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. നിയമസഭയിൽ KU ജനീഷ് കുമാറിന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. സോളാറിൽ 2100 മെഗാവാട്ടും ഹൈഡ്രിക്കിൽ 171 മെഗാവാട്ടും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞതായും മന്ത്രി വ്യക്തമാക്കി. GST പരിഷ്കരണത്തിലൂടെ സംസ്ഥാനത്ത് ഒരു വർഷം 20,000 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞു. എന്നാൽ സംസ്ഥാനത്തെ നികുതി വരുമാനം വർദ്ധിച്ചു. നെൽകർഷകർക്ക് സംസ്ഥാന സർക്കാർ പ്രോത്സാഹന ബോണസ് നൽകുന്നത് തുടരുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് മാനവ വിഭവ ശേഷിയാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. സുസ്ഥിര വികസനത്തിന് അനുയോജ്യമായ ഇടമാണ് കേരളമെന്നും കേരളീയർ കഠിനാധ്വാനികളാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ സ്വകാര്യ മാധ്യമ സ്ഥാപനം സംഘടിപ്പിച്ച ബിസിനസ് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. Those who live in Kerala may not understand how lucky they are, and I can very well tell that I am very envious of the people of Kerala. You have beautiful coastal line. You got beautiful hill stations. And the Arabian Sea which you see has a huge potential in terms of resources. And also, the greatest capital of Kerala is the human resources. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഹരിത കേരളം ദേശീയ പരിസ്ഥിതി സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കം. 3 ദിവസത്തെ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കൃഷി, ഊർജ്ജം, പരിസ്ഥിതി പുനഃസ്ഥാപനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. മറ്റന്നാൾ നടക്കുന്ന സമാപന സമ്മേളനം നിയമസഭാ സ്പീക്കർ N ഷംസീർ ഉദ്ഘാടനം ചെയ്യും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ സംസ്ഥാനത്ത് ആകെ 2,69,53,644 പേരാണുള്ളത്. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയത്. ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. 206 പേർ മാത്രം പട്ടികയിൽ നിന്ന് പുറത്തായ ലക്ഷദ്വീപിലാണ് ഏറ്റവും കുറവ് വോട്ടർമാർ ഒഴിവാക്കപ്പെട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മുൻ കേന്ദ്രമന്ത്രിയും ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാപകാംഗവുമായ മുകുൾ റോയ് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ കൊൽക്കത്തയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മുകുൾ റോയിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചിച്ചു.
തിരുവനന്തപുരം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവം ഇന്ന് ആരംഭിക്കും. വൈകിട്ട് 5:30 ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെയാണ് ഉത്സവത്തിന് തുടക്കമാകുന്നത്. വിശദാംശങ്ങളിലേക്ക്. പൊങ്കാല ഉത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ തോറ്റംപാട്ടും ഇന്ന് ആരംഭിക്കും. മാർച്ച് 3-നാണ് ആറ്റുകാൽ പൊങ്കാല. 3-ാം ഉത്സവ ദിവസമായ മറ്റന്നാൾ കുട്ടികളുടെ കുത്തിയോട്ട വ്രതം തുടങ്ങും. പൊങ്കാല ദിവസമായ മാർച്ച് 3-ന് രാവിലെ 9:45-ന് അടുപ്പുവിട്ട് ചടങ്ങ് നടക്കും. ഉച്ചയ്ക്ക് 2:15-ന് പൊങ്കാല നിവേദ്യം. രാത്രി 8:30-നാണ് ചൂരൽകുത്ത്. 10:45-ന് മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്കുള്ള പുറത്തെഴുന്നള്ളിപ്പും മാർച്ച് 4-ന് രാവിലെ 8 മണിക്ക് അകത്തെഴുന്നള്ളിപ്പും നടക്കും. അന്നേ ദിവസം രാത്രി കുരുതി തർപ്പണത്തോടെ ഉത്സവം സമാപിക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പ്രസിദ്ധമായ ചെട്ടിക്കുളങ്ങര കുംഭഭരണി മഹോത്സവം ഇന്ന്. കുംഭഭരണിയോടനുബന്ധിച്ച് ഇന്ന് മാവേലിക്കര, കാർത്തികപ്പള്ളി താലൂക്കുകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. പൊതുപരീക്ഷകൾ മുൻ നിശ്ചയപ്രകാരം നടക്കും. കണ്ണൂർ കല്യാട് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന ആയുർവേദ എക്സ്പോ ശ്രദ്ധേയമാകുന്നു. ബുധനാഴ്ച നടക്കുന്ന കല്യാട് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് എക്സിബിഷൻ ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ. ഈ മാസം 25 വരെ നടക്കുന്ന മേളയിൽ ആയുർവേദ ഗവേഷണ കേന്ദ്രം, നാഷണൽ ആയുഷ് മിഷൻ, ഭാരതീയ ചികിത്സാ വകുപ്പ് എന്നിവ ഉൾപ്പെടെ 100ഓളം പവലിയനുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആയുർവേദ കോസ്മെറ്റോളജി, ജീവിതശൈലി രോഗ ക്ലിനിക്, മർമ്മ അസ്ഥിരോഗ വിഭാഗം, സ്ത്രീരോഗ വിഭാഗം, നേത്രരോഗ വിഭാഗം, ജനറൽ വിഭാഗം തുടങ്ങിയ ഒപികളും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും സൌജന്യ മരുന്നും ലഭ്യമാണ്. ഔഷധ സസ്യങ്ങളുടെ പ്രദർശനവും സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, ലൈവ് യോഗ സെഷനുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. നിയമസഭാ സാമാജികർക്കായി നിയമസഭാ ഹോസ്റ്റലിൽ നിർമ്മാണം പൂർത്തിയായ ഫ്ളാറ്റ് സമുച്ചയമായ പമ്പ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 50 വർഷത്തിലധികം പഴക്കമുണ്ടായിരുന്ന പഴയ കെട്ടിടമാണ് നവീകരണത്തിന്റെ ഭാഗമായി പുതുക്കി പണിതത്. ഐസിസി പുരുഷ ട്വന്റി ലോകകപ്പിൽ ഇന്ന് സൂപ്പർ 8 ഗ്രൂപ്പ് 1 മത്സരത്തിൽ സിംബാബ്വെ വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ഇന്നലെ നടന്ന സൂപ്പർ 8 പോരാട്ടത്തിൽ ഇന്ത്യയെ 76 റൺസിന് ദക്ഷിണാഫ്രിക്ക പരാജയപ്പെടുത്തി. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ ചെന്നൈയിൻ എഫ്സിയെ നേരിടും. വൈകുന്നേരം 7:30-ന് കൊൽക്കത്തയിലാണ് മത്സരം. ഇന്നലെ കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഏകപക്ഷീയമായ 1 ഗോളിന് മുംബൈ സിറ്റി എഫ്സി പരാജയപ്പെടുത്തി. 74ാമത് ഓൾ ഇന്ത്യ പോലീസ് വോളിബോൾ, സെപാക് ടക്രോ മത്സരങ്ങൾക്ക് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഇന്ന് തുടക്കമാകും. ഫെബ്രുവരി 27 വരെ നടക്കുന്ന മത്സരങ്ങളുടെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിക്കും. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ അസം റൈഫിൾസ്, ബിഎസ്എഫ്, സിഎഎസ്എഫ് തുടങ്ങിയ 33 സേനാ വിഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 505 പോയിന്റ് ഉയർന്ന് 83,322-ലും നിഫ്റ്റി 164 പോയിന്റ് നേട്ടത്തിൽ 25,736-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 1,520 രൂപ ഉയർന്ന് 1,18,320 രൂപയും ഗ്രാമിന് 14,790 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കണ്ണൂർ തളിപ്പറമ്പിൽ സംഘടിപ്പിച്ചു വരുന്ന 3ാമത് ഹാപ്പിനെസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇന്ന് സമാപിക്കും. വൈകിട്ട് ക്ലാസിക് തിയേറ്ററിൽ നടക്കുന്ന സമാപന ചടങ്ങ് എം.വി. ഗോവിന്ദൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ചേങ്കോട്ടുകോണം തുണ്ടത്തിൽ ട്രിവാൻഡ്രം സ്കോട്ടിഷ് സ്കൂളിൽ വൻ തീപിടുത്തം. 3 സ്കൂൾ ബസ് പൂർണ്ണമായും 1 ബസ് ഭാഗികമായും കത്തിനശിച്ചു. സ്കൂൾ ഗ്രൌണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന ബസ്സുകളാണ് അഗ്നിക്കിരയായത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. തീ നിയന്ത്രണ വിധേയമാക്കി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. അരുവിക്കര ജലശുദ്ധീകരണശാലയിൽ വൈദ്യുതി കേബിളിലും 2 ട്രാൻസ്ഫോമറുകളിലുമുണ്ടായ തകരാർ പരിഹരിക്കുന്നതിനാൽ തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ജലവിതരണം മുടങ്ങും. പാളയം, പാറ്റൂർ സെക്ഷന് കീഴിലെ മുഴുവൻ പ്രദേശങ്ങളിലും കുടിവെള്ളം മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. ശബരിമല വിഷയത്തിൽ യാതൊരു തെളിവുമില്ലാതെയാണ് തന്ത്രിക്കെതിരെ കേസെടുത്തതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇടുക്കിയിൽ പറഞ്ഞു. തന്ത്രിക്കെതിരെ തെളിവില്ലെന്ന് കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കോടതിയെ ആക്ഷേപിച്ചത് നിയമമന്ത്രിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ഭവനിൽ സ്ഥാപിച്ച സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ ശ്രീ രാജഗോപാലാചാര്യയുടെ പ്രതിമ രാഷ്ട്രപതി ദ്രൌപദി മുർമു അനാച്ഛാദനം ചെയ്തു. ശബരിമല വിഷയം ഉന്നയിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സുസ്ഥിര വികസനത്തിന് അനുയോജ്യമായ ഇടമാണ് കേരളമെന്നും സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് മാനവ വിഭവശേഷിയാണെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഹരിത കേരള മിഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ പരിസ്ഥിതി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവത്തിന് ഇന്ന് തുടക്കം. ആലപ്പുഴ ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ഇന്ന്. പുരുഷ ട്വന്റി ലോകകപ്പിന്റെ സൂപ്പർ 8 മത്സരത്തിൽ സിംബാബ്വെ ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ ചെന്നൈയിൻ എഫ്സിയെ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.